എന്താ സരസേച്ചി ഒരു കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന? ഡോക്ടറെ, ഇതില്ലേ നമുക്ക് കയ്യോന്യാദി തൈലവും കയ്യോന്യാദി കേര തൈലവും കാണുന്നുണ്ട്. അത് തമ്മിൽ എന്താ വ്യത്യാസം? അത് നമ്മള് സാധാരണയായിട്ട് ഈ എണ്ണകള് നമ്മളെ മരുന്നുകളും അതുപോലെ ഒരു ബേസ് ഓയിലും പിന്നെ അതിൽ ബാക്കിയുള്ള കണ്ടൻസ് ഔഷധ സസ്യങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ എണ്ണകൾ ഉണ്ടാക്കുക. അപ്പൊ ഈ കേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൽ ആ ബേസ് വരുന്നത് കോക്കനട്ട് ഓയിലാണ്. പക്ഷെ തൈലം എന്ന് പറഞ്ഞാൽ അതിൽ മോസ്റ്റ്ലി വരിക എള്ളെണ്ണയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മെയിൻ ആയിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കേരം എപ്പോഴും കൊടുക്കുക നമ്മൾ സ്കിന്ന്, ഹെയർ തുടങ്ങിയുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ കുഞ്ഞു വാവുകൾക്ക് കുളിപ്പിക്കാൻ, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെയാണ് കേരം പ്രിഫർ ചെയ്യുക. പക്ഷെ നേരെ മറിച്ച് ഈ നമ്മുടെ എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള തൈലങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം വാദം കൂടിയിട്ടുള്ള അവസ്ഥകള്, ശരീരവേദന, അല്ലെങ്കിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമല്ലോ, ഇപ്പം ധാര, പിഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അല്ലെ പ്രസവരക്ഷ, അതിലൊക്കെയാണ് നമ്മൾ ഈ തൈലങ്ങൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. കാരണം ആ വേദന, നീർക്കെട്ട് എന്നൊക്കെയുള്ള കണ്ടീഷൻ കുറയണം. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് തൈലങ്ങൾ. പിന്നെ അതുപോലെ ഇത് കുറച്ചും കൂടെ പൊട്ടൻസി കൂടുതലാണ്, വീര്യം കൂടുതലാണ്. നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനിൽ അവിടെ കുറയണ്ടേ, പെയിനൊക്കെ കുറയണ്ടേ, അങ്ങനെ ഒരു ആക്ഷൻ ഉള്ളതാണ് എപ്പോഴും തൈലങ്ങൾ. പക്ഷെ കേരങ്ങൾ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള പൊട്ടൻസിയാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇത് എല്ലാ തൈലങ്ങളും പുരട്ടിയാൽ വേദന കുറയുന്നല്ല. നമ്മൾ കണ്ടീഷൻ അനുസരിച്ച് രോഗീന്റെ ശരീരാവസ്ഥ, രോഗത്തിന്റെ അവസ്ഥ, രോഗത്തിന്റെ കാഠിന്യമൊക്കെ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട തൈലങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അത് വിദഗ്ധരായിട്ട് നമ്മൾ ഡോക്ടേഴ്സിന്റെ അണ്ടറിൽ തന്നെ ചോദിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ആ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ നാൽപ്പാമരാതിയിലും കാണുന്നുണ്ടല്ലോ. നാൽപ്പാമരാതി ഈ ബേസിൽ വരുന്ന വ്യത്യാസം തന്നെയാണ് മെയിൻ ആയിട്ട് അവിടെ പറയാനുള്ളത്. കണ്ടൻസ് ഒക്കെ സെയിം ആയിരിക്കണം, പക്ഷെ അതിൽ വരുന്ന ബേസ് ഓയിൽ ഉള്ള വ്യത്യാസമാണ് നമ്മൾ ആ പേര് കൊടുക്കുന്നതിനുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ശരി.